പ്രമുഖ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് കസ്റ്റംസ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. 30 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നതാണ് വിവരം. ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി തീരുവ നൽകാതെ വാഹനം കടത്തി എന്ന പരാതികളിൽ അത്തരം ചില കണ്ടെത്തലുകളിലാണ് പരിശോധന. വലിയ സാമ്പത്തികമുള്ള പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഒപ്പം വൻകിട ബിസിനസ്സുകാർ തുടങ്ങിയവരെയാണ് ഇത്തരം വാഹനങ്ങൾ വിൽക്കുന്ന ഏജന്റുമാർ ആദ്യഘട്ടത്തിൽ സമീപിച്ചിരുന്നത്. ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച് തള്ളുന്ന വാഹനങ്ങൾ ലേലത്തിൽ പിടിച്ച് അവ മുന്തിയ വാഹനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിൽ എത്തിക്കുകയും ഹിമാചൽ പ്രദേശിൽ പ്രത്യേകിച്ച് ഷിംല കേന്ദ്രീകരിച്ച് HB 52 എന്ന രജിസ്ട്രേഷനിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇത്തരം വാഹനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് വിൽക്കുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു വാഹന വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ച ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഏതാണ്ട് 4 മാസക്കാലം മുൻപാണ് അന്വേഷണം തുടങ്ങിയത്. ഈ അന്വേഷണത്തിനൊടുവിൽ 150ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചതായി ഇവർക്ക് വിവരം കിട്ടിയിരുന്നു. ഇതിൽ 50ഓളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് വിറ്റഴിച്ചു എന്നുള്ള വിവരവും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DRI ഉദ്യോഗസ്ഥർ ഇക്കാര്യം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനെയും അറിയിച്ചിരുന്നു. അതായത് ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച് രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ടോ, നമ്പർ മാറ്റിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിനെ കൂടി ഇക്കാര്യം അറിയിച്ചത്. മാത്രമല്ല ആനുപാതികമായ നികുതി അടച്ചിട്ടുണ്ടോ, ഈ വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിനും ഇത് സംബന്ധിച്ച് DRI റിപ്പോർട്ട് നൽകിയത്.